എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ ആൻഡ് മെഡിറ്റേഷൻ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ യോഗയോ ഫേസ് പാക്കോ ഫേഷ്യലോ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഇപ്പോൾ പനിയും ചുമയും ഒക്കെ വരുന്ന ഒരു ക്ലൈമറ്റാണ്. ഒരുപാട് പേർക്ക് നമുക്കിപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം ചുമ ഇങ്ങനെ നീണ്ടു നിൽക്കും. എല്ലാവരോടും സ്കൂളിൽ പോകുന്നില്ല, കോളേജിൽ പോകുന്നില്ല എന്നൊക്കെ എൻ്റെ ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ചുമയാണ്, പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. ഇപ്പോൾ എൻ്റെ തന്നെ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ കുറേ പേര് സ്റ്റുഡൻസ് മിക്കപ്പോഴും ലീവാകും. പനി വന്ന് ടീച്ചറെ ഒരു മാസത്തോളമായി ചുമ മാറുന്നില്ല. അപ്പോൾ ആ ചുമയ്ക്കുള്ള ഒരു പരിഹാരമാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. നല്ലൊരു ഒറ്റമൂലിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിച്ചണിലുള്ള കാര്യങ്ങളെല്ലാം വെച്ച് തന്നെയാണ്, വളരെ നിസ്സാരമായിട്ട് പക്ഷേ ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. അപ്പം ചുമയായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒക്കെ വളരെ പ്രയോജനമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് ചുമയുണ്ടെങ്കിൽ. ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. എല്ലാവരും ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചുമ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷനാണ്. ഒരു കല്യാണത്തിനോ ഒരു ഫംഗ്ഷനോ ഒക്കെ പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഈ ചുമ കുറേ ദിവസം, നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും ഇത് കുറേ ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ അതിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്കിത് ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി കിടക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ചെയ്യാം. ഇത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി വെച്ചാൽ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടി തന്നെയാണ് ഇതിനാവശ്യം. ഞാനിത് മഞ്ഞൾ വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. 100% റിസൾട്ടാണ്. എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് ക്ലാസ് എടുക്കും, ദിവസം ഒരുപാട് ബാച്ച് ക്ലാസ് എടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തൊണ്ട കുത്തി ഒരു ചുമ, ഒരു വല്ലാത്ത അസ്വസ്ഥത, തൊണ്ടയ്ക്ക് ഒരു കഫം വന്നിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. വളരെ ശാശ്വതമായ ഒരു പരിഹാരമാണ്. അപ്പം മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾ നമ്മൾ പൊടിച്ച പൊടിയാണ്. പിന്നെ വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചുക്കുപൊടി. ചുക്കുപൊടി എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയതാണ്. ഇനി ചുക്കൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ പാക്കറ്റ് നല്ല ക്വാളിറ്റിയുള്ള ചുക്കുപൊടിയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ വേണ്ടുന്ന തേന് നമ്മൾ കുപ്പി ഒഴിച്ചു വെച്ചേക്കുവാണ്. തേന് ഇത് 3 സാധനം മാത്രം മതി. 100% നിങ്ങൾക്ക് ചുമ പമ്പ കിടക്കും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിപ്പം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി ഒന്ന് കൂടിപ്പോയെന്നും പറഞ്ഞു, അളവ് കൂടിയെന്നോ കുറഞ്ഞെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഇത് മഞ്ഞൾപ്പൊടി ഇടുക. ഇത് നമുക്ക് ഉണ്ടാക്കി വെക്കാം, ഒരാഴ്ചയൊക്കെ നമുക്ക് ഇത് വെക്കാം. പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ചുക്കുപൊടി ഇത് ഞാൻ രണ്ടാമത്തെ ടിൻ വാങ്ങിച്ചത്. ഞാൻ ആദ്യം വാങ്ങിച്ച ടിന്ന് ഓരോരുത്തർക്കും എടുത്തു കൊടുത്തു, എൻ്റെ സ്റ്റുഡൻസിനൊക്കെ തന്നെയാണ്. ചുക്കുപൊടി ആയാലും ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. പിന്നെ അടുത്തത് തേൻ. ഇത് മിക്സ് ചെയ്യാനുള്ള തേനാണ്. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നതിന് വേണ്ടിയാണ്. വെറും കൈകൊണ്ട് തന്നെ ഫോട്ടിനടുത്തില്ല. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു ലേഹ്യം പോലെ ഇങ്ങനെ ഇരിക്കും. അതാ കണ്ടല്ലേ. സ്പൂണിൻ്റെ ഒരാവശ്യവുമില്ല. ഇതാണ് ഇതിൻ്റെ പരുവം. കണ്ടോ? ഇത് നമുക്കൊരു ടിന്നിനകത്തോ എങ്കിലും അടച്ചു വെച്ചാൽ നമുക്ക് 3-4 ദിവസം എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ നല്ല ചുമ വരുന്നത്, ഇപ്പം ഇങ്ങനെ ചുമ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചുമ വരുന്ന സമയത്ത് ഇതിൽ നിന്നൊരു ശകലം എടുത്ത് ഇങ്ങനെ വയ്ക്കുക. നാക്കിൽ നിങ്ങൾ തൊട്ടങ്ങ് ഇറക്കിയാൽ മതി. വേറെ ഒന്നുമില്ല. നിങ്ങൾക്കിത് എവിടെ വെച്ച് ഉപയോഗിക്കാം. നിങ്ങൾ ചുമയ്ക്കത്തില്ല. നിങ്ങൾ അനുഭവിച്ചറിയുക. അല്ലാതെ എനിക്ക് ഇതിനകത്ത് പറയാനൊന്നും തന്നെ ഇല്ല. ചുമ വന്നിങ്ങനെ ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ, പനി വന്ന് ചുമ മാറുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നിങ്ങളിത് ഉപയോഗിക്കുക. പനിക്ക് നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നാക്കിൽ ഇതിനിപ്പോൾ എത്ര പ്രാവശ്യം വന്നോ ഇതിനെപ്പറ്റി ചോദിക്കും, ഇതൊരു ദിവസം എത്ര പ്രാവശ്യം ഉപയോഗിക്കാം. അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ചുമ മാറുന്നവരെ ചുമ പെട്ടെന്ന് മാറും.
ഇപ്പം നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണ് അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയാണ്, അപ്പോൾ ഒരു ചെറിയ ഡപ്പയിലാക്കി ഇങ്ങനെ ചെറിയ ഡപ്പയിലാക്കിയിട്ട് അടപ്പ് അത് വെച്ചിട്ട് അടച്ച് കൊണ്ടുപോവുക, ബാഗിൽ വെച്ചാൽ മതി. ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ചുമ നിങ്ങളെ ശല്യപ്പെടുന്നെങ്കിൽ ഇതിൽ നിന്ന് തൊട്ട് നാക്കിലേക്ക് വയ്ക്കുക. നല്ല സുഖമാണ്. ഇത് തൊണ്ടയ്ക്ക് ഇരിക്കുമ്പോൾ വേറെ ഒന്നും അല്ലല്ലോ, ചുക്കും മഞ്ഞളും തേനുമാണ്. അത് ഒരു കവർപ്പോ ഒരു ടേസ്റ്റ് കുറവോ ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് നാക്കിൽ ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തന്നെ നമ്മുടെ ചുമ മാറും. നല്ല സുഖമാണ്. ഇതൊരു ആവർത്തിച്ച് 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴേ ചുമ നിഷ്പ്രയാസം മാറും. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്തും ഇത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സിനും ഒക്കെ വളരെ ഉപകാരമാണ്. നമുക്കറിയാം, ടീച്ചേഴ്സിന് ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്നും ചെയ്യാം, കൊണ്ടുപോവുകയും ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇത് എല്ലാവർക്കും കൊടുക്കാം. ഞാൻ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്ന കാര്യമാണ്. വളരെ വളരെ എഫക്റ്റ് ഉള്ളതാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്കെല്ലാം 100% റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും എന്നോട് പറഞ്ഞാണ് ടീച്ചർ ഇത് യൂട്യൂബിലിടാനും. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇടുന്നത്. ഇനി ചുമയെന്ന് പറഞ്ഞാൽ ആരും സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒന്നും പോകാതിരിക്കേണ്ട, നിങ്ങളിത് ഉപയോഗിക്കുക. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ചുമ വന്നു കഴിഞ്ഞാൽ, അപ്പോഴും നമ്മുടെ ബെഡിൽ ഇത് വെച്ചിരുന്നാൽ മതി. ഒന്നെടുത്തിങ്ങനെ നുണഞ്ഞാൽ മതി, ചുമ മാറും. അപ്പോൾ അതൊരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ചുമയ്ക്കത്തില്ല. അപ്പം നമ്മളൊരു 1-2 പ്രാവശ്യം ഇപ്പോൾ 1 തൊട്ട് അപ്പോൾ പിന്നെയും ചുമയങ്ങ് മാറിയാലും ചുമ കുറയും. അപ്പോൾ എന്നാലും നമ്മളിത് ഉപയോഗിക്കുക. ഒരു 1-2 3-4 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിസ്സാരമായിട്ട് ഇത് മാറും. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക. ഇതൊന്നും കൂടെ കാണിക്കാം. ഇത് സ്പൂണൊന്നും വെച്ച് കോരിയൊന്നും കഴിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ഇതിങ്ങനെ ആക്കിയിട്ട് നാക്കിലും തൊട്ടാൽ മതി. എന്നിട്ട് ഞൊണഞ്ഞ് ഇറക്കുമ്പോൾ തന്നെ ആ തൊണ്ടയ്ക്ക് നല്ലൊരു സുഖമാണ്. ചുമയ്ക്കത്തില്ല, അത് 100% ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും, ഇപ്പം പ്രായമുള്ളവർക്കും വീട്ടിലുള്ള പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും കൊടുക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് ഈ ചുമയെ നിങ്ങൾ പമ്പ കിടത്തുക. എല്ലാവർക്കും ഉള്ളൊരു വിഷമമാണ് പനി വന്നാൽ ചുമ മാറുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിയിക്കുക. പിന്നെ ഞാൻ കുറച്ച് ദിവസം ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്, അത് നിങ്ങൾ ഋഷി യോഗ അക്കാഡമിയുടെ തന്നെയാണ്, അത് ഫോളോ ചെയ്യുക.